നമസ്കാരം. ചിലരുണ്ട്, നിങ്ങൾ സീരിയസ് ആയ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അതിനിടയിൽ കൂടി എന്തൊക്കെയോ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, നിങ്ങളെ ചിലപ്പോൾ അസ്വസ്ഥരാക്കുക. അത്തരം ചിലർക്ക് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥം. അത്തരം ചിലരോട് നിങ്ങളുടെ വാക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ വിഡ്ഢിയായി മാറേണ്ടി വരും. തിരിച്ചറിയുക. നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നേരിടാൻ പഠിക്കണം. കാരണം ജീവിതത്തിൽ അങ്ങോളം നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. പെട്ടെന്നാണ് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അത് നമ്മളെ ചിലപ്പോൾ ഭ്രാന്ത് പിടിപ്പിക്കും, ഡിപ്രഷൻ അടിപ്പിക്കും. എന്നാലും നമ്മൾ സ്വയം ചിന്തിക്കണം. അതിൽ നിന്ന് നമുക്ക് മാറാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാലും ഒറ്റയ്ക്കിരിക്കുന്ന നേരങ്ങളിലൊക്കെ ആ ചിന്ത നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറണം. ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ വലിയ വേദനയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുക. നമസ്കാരം. നമ്മളെക്കുറിച്ച് നല്ലത് പറയാനും നമ്മളെക്കുറിച്ച് മോശം പറയാനും നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് പേരുണ്ടാകും. അത് അവരുടെ മാത്രം ഇഷ്ടം. അവരുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ ജീവിതം കഴിഞ്ഞുകൂടുന്നത്. നാളെ അവർക്ക് നിങ്ങളെക്കുറിച്ച് മോശം മാത്രം പറയാം, പരത്താം. അത് കേട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചുകൂടാ. നിങ്ങൾക്ക് കഴിയുന്നത് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതം വിജയവും. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആത്മവിശ്വാസം തീരെ ഇല്ലാത്തവരോടാണ്. രാമു എന്ന പയ്യൻ കൂട്ടുകാരോടൊപ്പം ഒരു വലിയൊരു കുളത്തിൽ നീന്താൻ പോയി. ആ കുളത്തിന് നടുവിലെത്തിയപ്പോൾ രാമുവിന് ആശങ്കകൾ ഏറെയായി. ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ കടന്നുകൂടി. ഞാൻ തന്നെയാണോ നീന്തുന്നത്? ഞാൻ താണുപോയാൽ എന്തു ചെയ്യും? അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവൻ താഴുവാൻ തുടങ്ങി. കൂട്ടുകാർ പിറകിലുണ്ടായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. നാം ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയാൽ വലിയൊരു ആപത്ത് നമുക്ക് ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കുക. അവന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് ആ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. നമ്മൾക്ക് മുന്നോട്ട് കുതിക്കാൻ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. ശത്രുക്കൾ കൂടാൻ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ, അതിന് നല്ല റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ തീർച്ചയായും ഉണ്ടാകും. അതിന് അത്തരം ചിലർ ധാരാളം. നിങ്ങൾക്ക് പ്രശസ്തി നേടാൻ അവർ വഴികാട്ടിയാകും. നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുക. അതിനുള്ള ഗുണം അല്ലെങ്കിൽ അതിനുള്ള വിജയം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും.